ഇരുചക്ര വാഹന യാത്രികനെ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു എന്ന വാർത്തയാണ്. പൂപ്പാർ സ്വദേശി വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകടശേഷം ജീപ്പ് നിർത്താതെ പോയി. CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഇതിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ജീപ്പ്. അപ്പോഴാണ് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുന്നത്. ഇതിലെ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വ്യക്തമാണോ ഇതിൽ? പ്രവിത, ഈ ജീപ്പ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീപ്പ് ഡ്രൈവറുടെ അശ്രദ്ധമായ വാഹനം ഓടിക്കുന്ന രീതിയാണ് ഈ അപകടം ഉണ്ടാക്കാൻ കാരണമായത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടാകുന്നത്. പൂപ്പാറ ടൗണിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ഈ ജീപ്പ് നിർത്താതെ പോകുന്നത് ചിന്നക്കാൽ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് പോലീസും ശാന്തൻബാർ പോലീസും ഈ പരിശോധനയുമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലംപറമ്പിൽ വിഷ്ണു എന്ന് പറയുന്ന പൂപ്പാറ സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മറ്റാശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും ആ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി കാണാം ആരുടെ ഭാഗത്താണ് തെറ്റുന്നുള്ളത്. ആ ജീപ്പ് ഓവർടേക്ക് ചെയ്തതാണ് ഈ അപകടത്തിന് കാരണമാകുന്നത്. അതോടൊപ്പം മറുവശത്ത് നിന്ന് വരികയായിരുന്ന ആ ബൈക്കിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുമുള്ളത്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എതിരെ വരുന്ന ആളുടെ കയ്യിൽ കൂടിയാണ് നമ്മുടെ ജീവനും ഒക്കെ ഇരിക്കുന്നത് എന്നുള്ള വ്യക്തമാക്കുന്നതാണ് ഈ അപകടം. പക്ഷേ നിർത്താതെ പോയതൊരു കടങ്കൈയായി പോയി.